ഹലോ ഗൈസ്, വെൽക്കം. അപ്പം ഞാനിന്ന് ജർമ്മനിയിലെ എർഫൂട്ട് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇന്ന് തൊട്ട് ഞാനൊരു വീഡിയോ സീരീസ് തുടങ്ങുകയാണ്. ജർമ്മനിയിൽ മൊത്തം 16 സ്റ്റേറ്റുകളാണുള്ളത്. ആ 16 സ്റ്റേറ്റിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് ആ സ്ഥലത്ത് കുറച്ച് ചലഞ്ചസായി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് എയർഫോർട്ടിൽ തന്നെ ഒരു വലിയ പാർക്കാണ്. ഇവിടുത്തെ സിറ്റി പാർക്കിലാണുള്ളത്. ഇത് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നറിയില്ല, നമുക്ക് നോക്കാം. ഈ വഴി അങ്ങ് പോകുമ്പോൾ ഒരു വീട് പോലെ കണ്ടു. എന്താ സംഭവം എന്ന് നോക്കാം. വെയിറ്റ് ഷെഡാ, പക്ഷെ കാണാൻ രസമുണ്ട് കേട്ടോ. വെയിറ്റ് ഷെഡ് പോലെ എന്തോ ഒരു സാധനം മൊത്തം എടാ ഫുള്ള് കുത്തി വരച്ച് പടം വരച്ച്, കുത്തി വരച്ചല്ല, സ്പ്രേ പെയിൻ്റ് കേട്ടോ. സ്പ്രേ എന്താ ഇലുമിനാട്ടിയാ എന്താ സാധനം, എങ്ങനെ മൊത്തത്തിൽ സ്പ്രേ പെയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്നു. കൊള്ളാം. ഓ ദേ അവിടെ എന്തോ കാണുന്നുണ്ട്, അങ്ങോട്ട് വാങ്ങി ശക്തിയുണ്ട്. പക്ഷെ ഇത് വലിയവർക്ക് കയറാനുള്ളതാണെന്ന് അറിയത്തില്ല. ഇതിലേക്ക് തുടങ്ങും. മതി. അയ്യോ താഴെ പോലെ മോളിൽ കയറി. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരും. ഡൺ. പിന്നെ അടുത്ത് എന്ത് ചെയ്യും? നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചലഞ്ചായ ഇവിടുത്തെ ഫേമസ് ഫുഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് വേറെ ആരുമില്ല. അപ്പം നമ്മൾ ചാറ്റ്ജിപിറ്റിയോട് ചോദിക്കാം, എന്നിട്ട് ആ ഫുഡ് നമുക്ക് കഴിക്കാൻ പോകാം. അതാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ചലഞ്ച്. ലെറ്റ്സ് ഗോ. ഇന്നത്തെ നമ്മുടെ 3 ടാസ്കുകൾ. ടാസ്ക് നമ്പർ 1, eat the most famous street food. Task number 2, visit the most famous spot or a landmark. Task number 3, buy or make a souvenir. കിട്ടി ഗൈസ്. അങ്ങോട്ട് നോക്കൂ, ആ ചെറിയ കടയിൽ ഈ സാധനം ഉണ്ട്. നമുക്ക് ക്രോസ് ചെയ്ത് പോകണം, ചെന്ന് മേടിക്കാം. ഓ കിട്ടി, നല്ല ചൂടുള്ള ബ്രാറ്റ്വൂസ്റ്റ് വിത്ത് പോർഷൻ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നോക്കാം. കൊള്ളാമല്ലോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം. പ്രത്യേകിച്ച് വലിയ ടേസ്റ്റൊന്നുമില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഉപ്പും ചെറിയൊരു വേറെ എന്തോ ഒരു ടേസ്റ്റ്. പിന്നെ ഇതിനകത്ത് ജീരകം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. കൊള്ളാം. അപ്പോൾ കഴിച്ചു നോക്കട്ടെ, മൊത്തം കഴിച്ച് തീർത്തിട്ട് വരാം. ക്വാണ്ടിറ്റി വൈസ് 4.5 യൂറോയ്ക്കുള്ളതൊന്നും ഇല്ല. അത് ഒരു ചെറിയ സാധനം. 4.5 യൂറോ എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 450 രൂപ. 450 രൂപയ്ക്ക് ഇത്ര സാധനം പോരാ എൻ്റെ അഭിപ്രായത്തിൽ. ഒരു എത്ര കൊടുക്കാം? ഒരു 5 കഷ്ടി. 5 പോരാ, 4.5. ഓക്കെ, ക്വാണ്ടിറ്റി വൈസ് 4.5. പിന്നെ ടേസ്റ്റ് വൈസ് ടേസ്റ്റ് കുഴപ്പമില്ല. അതിന് ഞാനൊരു
6 കൊടുക്കുന്നുള്ളൂ. പക്ഷേ അത്ര നല്ല ടേസ്റ്റ് ഇല്ല, എന്നാൽ കുഴപ്പമില്ല. അതാണ് എൻ്റെ റേറ്റിംഗ്. ക്വാളിറ്റി വൈസ് ഒരു ക്വാളിറ്റി എത്ര കൊടുക്കാം? ക്വാളിറ്റി വൈസ് ഒരു 7.5 10. എൻ്റെ പാൻറ്റയിലും എൻ്റെ ഉടുപ്പേക്കോടെയൊക്കെ ആയി കെച്ചപ്പ്. തട്ടിയോ പണി. അപ്പം സൈക്കിളും കൊണ്ടുപോയി എൻ്റെ ഫ്രണ്ടിൽ ചാടി വെഡിങ് കിട്ടിയാരെ. അടുത്ത ട്രാം ഓറിയോ ബബിൾ ടീ. ഓറിയോ ബബിൾ ടീ മേടിക്കാൻ പോയതാ. വലിയ ട്രാഫിക്. ബബിൾ ടീ ടേസ്റ്റ് ചെയ്യാം. തേങ്ങയുടെ എന്തെങ്കിലും സാധനം ഇട്ടിട്ടുണ്ടോ? കൊള്ളാം. ഓറിയോ മറ്റേ ഷെയ്ക്ക് പോലെ, പക്ഷേ അതിൻ്റെ കൂടെ ഒരു തേങ്ങയുടെ എന്തോ സംഭവം ചേർത്തുകൊണ്ട് തേങ്ങയുടെ ടേസ്റ്റും ഉണ്ട്. കൊള്ളാം. ഓ, ഇതൊരു വലിയ സിറ്റി ആട്ടാ. നോക്ക്, പഴയ എന്തോ പള്ളി പോലെയൊക്കെ ഉണ്ട്. രസമുണ്ട് കാണാൻ. ഞാനിവിടെ അടുത്ത് തന്നെയാണ്, അത് വേറെ കാര്യം. ഞാൻ ഇടയ്ക്ക് വന്നിട്ടുള്ള സ്ഥലമാണ്, എന്നാലും കാണാൻ നല്ല രസമാണ്. അത് ഭയങ്കര എൻജിനീയറിങ്ങാണ്. ഇതൊക്കെ ഒറ്റ നിരയിലാണ് എല്ലാ ബിൽഡിങ്ങും ഇരിക്കുന്നത്. ഒരു വളവ് വന്നിട്ടുണ്ടെങ്കിൽ ആ വളവിൽ കൂടെ ഇങ്ങനെ വളച്ചുണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ടാസ്കായ അഥവാ ചലഞ്ചായ മെയിൻ ആർക്കിടെക്ചർ ഓർ സ്റ്റാച്ചു കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് നടക്കുകയാണ്. അപ്പം ഞാനിവിടെ നോക്കിയപ്പം കണ്ടത് ഒരു കടന്നാന സ്ഥലത്ത് ഞാൻ കണ്ടത് ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്. ഡോം പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. നമ്മൾ അങ്ങോട്ട് പോവാണ്. കാണുന്ന വലിയ ബിൽഡിങ്ങാണ് ഞാൻ പറഞ്ഞ പള്ളി. പറ്റിക്കപ്പെട്ടു. ഞാൻ കണ്ട സ്ഥലം അല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച സ്ഥലം, പക്ഷെ അതുപോലെ തന്നെ ഇരിക്കുന്ന വലിയൊരു പള്ളി. ഓ, കണ്ടു. അത് ഞാൻ കണ്ടുപിടിച്ചു ഗൈസ്. ഞാൻ പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ എൻ്റെ മുമ്പിൽ ഇത് കാണിച്ചാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയത്തില്ല. നോക്ക്, ഈ ജാതി വണ്ടി. എന്നെങ്കിലും എടുക്കും ഇതുപോലത്തെ ഒരെണ്ണം. മോനെ, നിറച്ച് ചെടികൾ തൂങ്ങിക്കിടക്കുന്ന ബിൽഡിങ്. കൊള്ളാം. കണ്ടു ഞാൻ. എൻ്റെ പൊന്നെ, ഈ സ്ഥലമേ സൂപ്പറായിട്ട് കാണാൻ. അത് നോക്ക്, എന്ത് വരും ഈ ജാതി. ഇതൊക്കെയാണ് മറ്റേ ഗോത്തിക് ചർച്ച്. നമുക്ക് അടുത്തേക്ക് പോവാം. ജാതി. അങ്ങനെ ഞാൻ സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവം കണ്ടുപിടിച്ചു. ഒരു വലിയ ആർക്കിടെക്ചറും കണ്ടുപിടിച്ചു. അവിടെ വേറെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ഇതെന്താ സാധനം എന്നെനിക്കറിയത്തില്ല. ഫ്രീഡ്രിഷ് കാൾ ജോസഫോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്.
ഓ, ഒത്തിരി സ്റ്റെപ്പുണ്ട് കയറാൻ. ഒത്തിരി എന്ന് പറയാനില്ല, പക്ഷേ ഒത്തിരി ഉണ്ട്. എൻ്റെ മോനെ ഇപ്പം താഴെ പോയനെ. പിന്നെ ഇത് നോക്ക്, സൂവിനിയർ ഉണ്ടാക്കുന്ന എന്തോ മെഷീനാണെന്ന് തോന്നുന്നു. ഇതെന്താ ഗൈസ്, ഇതെന്താ സാധനം എന്ന് മനസ്സിലായ? ഇതിനകത്ത് നമ്മുടെ കോയിനെ നമുക്ക് സൂവിനിയറായിട്ട് മാറ്റാം. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു 5 സെൻറ്റുണ്ട്. ഈ സെൻറ്റിനെ നമ്മൾ ഈ സ്ഥലത്ത് വെക്കണം. ആദ്യം ഇവിടെ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടത് ഇതിനെ തള്ളി അകത്തോട്ട് വിടുന്നു. ഇപ്പോൾ അതവിടെ പ്ലേസ് ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ലോക്കായിരിക്കുന്നു. എന്നിട്ട് ഇതിൽ കറക്കുവാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതെ. ഓ ഓ ഓ ഓ ഓ, ഇവിടെ എന്തെങ്കിലും ആവുന്നുണ്ടോ? എന്താ വെച്ചേ? ഒന്നും ആവുന്നില്ല എന്ന് തോന്നണ്. സ്റ്റോപ്പ്. ഒന്നും ആയില്ല, ചീറ്റിപ്പോയി. നോക്കട്ടെ. 2 യൂറോ കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ചാടി. ഇപ്പം അത് എവിടെയോ ചാടി. വെയിറ്റ്, നോക്കട്ടെ. ഇപ്പം ഇച്ചിരി ടൈറ്റായി. ഒന്നുകൂടി 2 ചില്ലറയുണ്ട്. രണ്ടും കൂടി മിക്സ് ആണത്. അല്ല, തീർന്ന്. 2 യൂറോ എനിക്ക് തോന്നുന്നുണ്ടല്ല. 2 യൂറോ ഇട്ടാൽ 50 സെൻറ്റിന് ഇങ്ങനെയാക്കി എടുക്കാൻ പറ്റുള്ളൂ. പറ്റിച്ചു. എന്തായാലും കുഴപ്പമില്ല, ഇത് വീട്ടിൽ കൊണ്ടുവെക്കാം. അങ്ങനെ നമ്മൾ സുവനിയർ ചാലഞ്ചും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. കൊള്ളാം. കുരിശി കിടക്കുന്നു ഈശോ. മാമോദീസ തൊട്ടിയാന്ന് തോന്നുന്നു. എന്നെ പോലൊരു അപ്പാപ്പൻ ഗിംബലൊക്കെ പിടിച്ച വീഡിയോ എടുക്കണേ. നമ്മളത്ര ആയിട്ടില്ല, പക്ഷെ പള്ളി സൂപ്പർ പള്ളി. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ കൊളോമ്പള്ളി എന്തായിരിക്കില്ലേ? ഒരു ദിവസം അവിടെയൊക്കെ പോകണം. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പം നല്ല രസമായിരിക്കും. ജാതി വ്യൂ.
ഗായ്സ്, ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം. നീ ഇത് കണ്ടില്ലേ? ഒരു സാധനം കാണിച്ചു തരാം. ഞാൻ കണ്ടില്ലായിരുന്നു. ആദ്യകാല വണ്ടി പുള്ളിക്കാരത്തെ ടാറ്റയൊക്കെ തോന്നുന്നു. ഞാനത് കണ്ടില്ല. പക്ഷേ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങോട്ട് നോക്ക്, എയർപോർട്ട് എന്ന് എഴുതിയേക്കണം. അങ്ങോട്ട് പോകാം. ഇതൊക്കെയോ ഉണ്ട് ഇവിടെ. എന്തോ ഒരു മുകളിലോട്ട് കയറുന്ന സംഭവമാണ്. പൈസ എടുക്കണേ നമ്മൾ കയറില്ല, അത് വേറെ കാര്യം. ഇത് പൂക്കളോ ഇലകളോ കണ്ട് കൊണ്ട് എയർപോർട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. കാണാമല്ലോ. ആ കാണാം. സെറ്റപ്പാണ്. കയറി ഇവിടം വരെ എത്തി. അതെ ഞാനും ഇപ്പോൾ ഓർത്തേ, ഞാൻ എൻ്റെ നടുക്ക് പോയിരുന്നൊരു ഫോട്ടോ എടുക്കണം. നോക്ക്, ബാക്ക്ഗ്രൗണ്ടിൽ പള്ളി. ഇവിടുന്ന് കിട്ടിയില്ല വ്യൂ ആണ്. അത് നോക്ക്, ഫുള്ള് കാണാം. ആ ഭാഗത്ത് എവിടെയോ ആണ് സിറ്റി ഉള്ളത്. സൂപ്പർ സാധനം. എന്തോ സാധനം. ഇതിലെ കൂടെ ഇറങ്ങിയിട്ട് നോക്കാം. ഇതെന്താ ഇത്? ഇവിടെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞ എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതുകൊണ്ടോ അവിടെ എന്തോ തടി കൊണ്ട് എന്തോ കല്ലറയാന്ന് തോന്നുന്നു. ദേ എന്തോ കല്ലറയാന്ന് തോന്നുന്നു. അവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്, എന്തോ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഒരിടത്ത് എറിയുന്നില്ല. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പെറുക്കിയെടുക്കാനേ കിട്ടുള്ളൂ. അതുകൊണ്ട് നടക്കാം. ഇവിടെ നിന്ന് വേറൊരു വ്യൂ ആണ്. ഫുള്ള് ബിൽഡിങ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. അപ്പോൾ ഗൈസ്, ഈ സ്ഥലം കൂടെ കൂടി നമ്മളിൽ നിന്ന് എയർഫോർട്ട് എക്സ്പ്ലോറേഷൻ നിർത്തുകയാണ്. നമ്മളിപ്പോൾ ഇനി അടുത്ത സ്റ്റേറ്റിലോട്ട് പോകണം. എന്തായാലും കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടന്നു കറക്റ്റായിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Until then, bye bye.